أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم ഇഹ്ദിന ഞങ്ങളെ ചേർക്കണം അസ്സിറാത്തുൽ മുസ്തഖീമായ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ. അൽ ഫസ്ലു സാബി ഏഴാമത്തെ ഫസ്ല് ഫി ഖൗലിഹി ഇഹ്ദിന അസ്സിറാത്തുൽ മുസ്തഖീം എന്ന കൗലിലാണ്. വഫീഹി ഫവായിദു ഇതിൽ പല ഫായിദകളുമുണ്ട്, ഫലങ്ങളുമുണ്ട്. അൽ ഫായിദത്തുൽ ഊല ഒന്നാമത്തെ ഫായിദ എന്താണ്? ലി ഖായിലിൻ അൻ യഖൂല പറയുന്ന ആൾക്ക് പറയാമല്ലോ. അൽ മുസല്ലി നിസ്കരിക്കുന്നവൻ ലാബുദ്ദ അൻ യകൂന മുഅ്മിനൻ അവൻ മുഅ്മിനാകൽ അത്യാവശ്യമാണ്. നിസ്കരിക്കുന്ന ആൾ മുഅ്മിനാകുമല്ലോ. അപ്പോൾ കുല്ലു മുഅ്മിനും മുഹ്തദിൻ എല്ലാ മുഅ്മിനും മുഹ്തദിനല്ല, അതായത് ഹിദായത്ത് സന്മാർഗം സിദ്ധിച്ചവരാണല്ലോ. അപ്പോൾ ഫൽ മുസല്ലി മുഹ്തദിൻ, അപ്പോൾ എല്ലാ നിസ്കരിക്കുന്ന ആളും മുഹ്തദിയാണ്, സന്മാർഗം സിദ്ധിച്ച ആളാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ചേർക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? അതാ ചോദ്യം. അപ്പോൾ ഫൈദാ ഖാല ഇഹ്ദിന, അപ്പോൾ അവൻ പറഞ്ഞാൽ ഇഹ്ദിന ഞങ്ങളെ നീ ഹിദായത്തിലാക്കണമെന്ന് പറഞ്ഞാൽ കാന ജാര്യൻ മജ്റ അത് അന്നമൻ ഹസ്ലത്തുൽ ഹിദായത്ത് കരസ്ഥമായ ആൾ പറഞ്ഞതിൻ്റെ സ്ഥാനത്താണല്ലോ. ഫൈന്നഹു തൊലബുൽ ഹിദായത്ത അയാൾ ഹിദായത്ത് തേടുന്നു, ഹിദായത്തുള്ള ആൾ ഹിദായത്ത് തേടേണ്ട സ്ഥാനത്തായല്ലോ. അപ്പോൾ കാന ഹാദ അപ്പോൾ ഇത് തലബൻ ലി തഹ്സീലിൽ ഹാസിൽ ഉണ്ടായ കാര്യത്തെ ഹാസിലാക്കലല്ലേ, അതായത് ഉള്ള കാര്യത്തെ വീണ്ടും ചോദിക്കൽ. വൈനഹു മുഹാലൻ അത് മുഹാലല്ല, അത് അസംഭവ്യമാണല്ലോ. തഹസീലുൽ ഹാസിൽ മുഹാലാണെന്നാണല്ലോ. വൽ ഉലമാഉ അജാബു അൻഹു മിൻ വുജൂഹിൻ ഉലമാക്കന്മാർ അതിന് പല മറുപടികളും നൽകി, പല ഭാഗത്തിലൂടെ മറുപടി നൽകി. അല്ലവലു ഒന്നാമത്തത് അൽ മുറാദ് മിൻഹു ഇതിനാലുള്ള മുറാദ് സിറാത്തുൽ അവലീന അവലീങ്ങളുടെ മാർഗമാണ്. ഫി ഏത് ആദ്യ കാലക്കാരുടെ മാർഗം. ഫി തഹമ്മുൽ മശാക്കിൽ അലീമ വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നതിലുള്ള ലി അജ്നി മർലാത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നതിലുള്ള ആദ്യകാലക്കാരുടെ മാർഗമാണ് ചോദിക്കുന്നത്, മുസ്തഖീമായ മാർഗം. അപ്പോൾ ഇക്കായത്തിൽപ്പെട്ടുണ്ടല്ലോ അന്ന നൂഹൻ അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാം കാന യുദ്റബു ഫീ കുല്ലി യൗമിൻ അദ്ദേഹത്തെ അടിക്കപ്പെടുമായിരുന്നു ഓരോ ദിവസത്തിലും കഥാമറ ഇത്ര വട്ടം ബിഐസു യുഹ്ശാലെ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുന്നത് വരെ അദ്ദേഹത്തെ അടിക്കപ്പെടാറുണ്ടായിരുന്നു. വകാന യഖൂലു ഫീ കുല്ലി മറ അദ്ദേഹം ഓരോ പ്രാവശ്യവും പറയും അല്ലാഹുമ്മ ഹ്ദി ഖൗമി എൻ്റെ കൗമിനെ നീ ഹിദായത്ത് നൽകണം. ഫഇന്നഹും ലാ യഅലമുൻ അവർ അറിവില്ലാത്തവരാണ്. എന്നാലും ആക്രമിക്കപ്പെട്ടാലും അദ്ദേഹം ഇങ്ങനെയാണ് ദുആ ചെയ്തുകൊണ്ടിരുന്നത്. ഫൈൻകില ചോദിക്കപ്പെട്ടാൽ ഇന്ന റസൂലന അലൈഹിസ്സലാം നമ്മുടെ റസൂലുണ്ടല്ലോ മാ ഖാല ദാലിക ഇല്ലാ മറത്തം വാഹിദ നബി ഇത് ഒറ്റപ്പെട്ടമല്ലാതെ പറഞ്ഞിട്ടില്ലല്ലോ. വഹുവ കാന യഖൂലു കുല്ല യൗമിൻ മറാത്തിൻ അദ്ദേഹമാകട്ടെ ഓരോ ദിവസവും പലവട്ടം പറഞ്ഞല്ലോ എന്നല്ലേ. അപ്പോൾ ഫലസിമ യുഖാല പറയപ്പെടൽ നിർബന്ധമാകുമല്ലോ. ഇന്ന നൂഹൻ അലൈഹി ഇസ്ലാം കാന അഫ്ളൽ മിൻഹു നബിയേക്കാൾ അഫ്ളൽ നൂഹ് നബിയാണെന്ന് പറയേണ്ടി വരുമല്ലോ. വൽ ജവാബ് ഉത്തരം ലമ്മാ കാന മുറാദ് മിൻ ഖൗലി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന അള്ളാഹിൻ്റെ കൗലിനാലുള്ള ഉദ്ദേശം ത്വലബ തിൽക്കൽ അഖ്ലാഖിൽ ഫാദിലത്തി മിനല്ലാഹി തആല അള്ളാഹുവിൽ നിന്ന് ആ ശ്രേഷ്ഠമായ സ്വഭാവങ്ങളെ തേടലാണ്. വറസൂൽ അലൈഹിസ്സലാം നബി തങ്ങൾ കാന യഖ്റഉൽ ഫാത്തിഹത ഫീ കുല്ലി യൗമിൻ കദാ മറത്തിൻ കാന നബിതങ്ങളായിരുന്നു യഖ്റഉൽ ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു. ഫീ കുല്ലി യൗമിൻ കദാ മറ ഇത്ര വട്ടം നബിതങ്ങൾ ഓരോ ദിവസവും ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു. കാന തകല്ലുമു റസൂലില്ലാഹി ബിഹാദിൽ കലിമത്തി നബിതങ്ങൾ ഈ കലിമത്ത് കൊണ്ട് നബിയുടെ സംസാരം അക്സറായിരുന്നു മിൻ തകല്ലുമിനു അലൈഹിസ്സലാം ബിഹാ ഇതുകൊണ്ടുള്ള നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സംസാരത്തേക്കാൾ അധികരിച്ചതായിരുന്നു. അപ്പോൾ ഫാത്തിഹ നബിതങ്ങൾ അധികരിപ്പിക്കുന്ന ആളായിരുന്നു. അല്ലാതെ അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമുൻ എന്നതല്ല, ഫാത്തിഹയെ നബിതങ്ങൾ അധികരിപ്പിച്ചിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വജ്ഹ് പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ? കാരണം തഹസീലുൽ ഹാസിലല്ലേ, ഉണ്ടായ കാര്യം വീണ്ടും ചോദിക്കലല്ലേ, അതിനുള്ള മറുപടി ഒന്ന് പറഞ്ഞു. ഇനി രണ്ട് അൽ വജ്ഹു സാനി മിനൽ ജവാബി രണ്ടാമത്തെ മറുപടിയിലുള്ള രണ്ടാമത്തെ വജ്ഹ് എന്താണ്? അനൽ ഉലമാക്കന്മാർ ബയ്യനു പണ്ഡിതന്മാർ വ്യക്തമാക്കി അന്ന ഫീ കുല്ലി ഖുലുഖിൻ മിനൽ അഖ്ലാഖി സ്വഭാവങ്ങളിലുള്ള ഓരോ സ്വഭാവങ്ങളിലുമുണ്ട് തൊറഫൈ തഫ്രീത്തിൻ വ ഇഫ്രാത്തിൻ എന്താണ് അതിരി വിട്ട് കിടക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ പിശുക്കിൻ്റെയും
രണ്ട് ഇഫ്രാത്ത് തഫ്രീത്തിൻ്റെ രണ്ട് തുറഫുണ്ട്. വഹ്മ മദ്മൂമാൻ, അത് രണ്ടും ആക്ഷേപിക്കപ്പെട്ടതാണ്. അങ്ങേ അറ്റത്തെ അങ്ങയുടെ അതിർത്തി വിട്ട് കിടക്കലും ഒന്നും ചെയ്യാതിരിക്കലുണ്ട് അല്ലേ, അങ്ങനത്തെ അത് രണ്ടും ആക്ഷേപിക്കപ്പെട്ടതാണ്. വൽ ഹഖ് ഹുവൽ വസതു, സത്യമാകുന്നത് അത് മധ്യമായിരിക്കലാണ്, എന്തും മധ്യമായിരിക്കലാണ്. അങ്ങേയറ്റം അതിര് വിട്ടെടുക്കുകയും ചെയ്യരുത്, ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. വേ തേക്കത് ആലിക്കാത് താക്കുതാണ് ബി കൗലിഹി താല. കണ്ട, ഇതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് അള്ളാഹിൻ്റെ കൗല് കൊണ്ട്. അള്ളാഹ് ഇതിനെ ശക്തിപ്പെടുത്തും. വക്കദാലിക ജഅൽനാക ഉമ്മത്തൻ വസത, അള്ളാഹു നിങ്ങളെ മധ്യമമായ സമുദായമാക്കിയിരിക്കുന്നു. അൽ ബഖറ. വദാലിക്കൽ വസതു, ആ മധ്യമത്വം. വൽ അദ്ല, നീതിയാണ്. വസവാബു, സത്യമാണ്, സത്യമാണത്. അപ്പോൾ നീതിയും വസത്താണ് അല്ലേ, വസത്തോട് ഉദ്ദേശം നീതിയാണ്. ഫൽ മുഅ്മിനു, അപ്പോൾ മുഅ്മിനാകുന്നത് ബാദൻ അറഫല്ലാഹ ബിദ്ദലീലി, തെളിവ് കൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം, സാറ മുഅ്മിനൻ മുഹ്തദിയ, അവൻ മുഅ്മിനാകും, മുഹ്തദിൻ ഹിദായത്ത് സിദ്ധിച്ചവനാകും, സന്മാർഗം സിദ്ധിച്ചവനാകും. അമ്മാബാദ ഉസൂലിൽ ഹാലത്തി, അപ്പോൾ ഈ അവസ്ഥ കരസ്ഥമായ ശേഷം, ഫലാബുദ്ധ, കൂടാതെ കഴിയില്ല, മിൻ മാരിഫത്തിൽ, അതിൽ നീതി അറിയൽ, അല്ലദീ ഹുവൽ ഖത്തുൽ മുതവസ്സിതു ബൈന തറഫിൽ ഇഫ്രാത്തി വ തഫ്രീത്തി ഫിൽ അഅമാലി ശഹ്വാനിയ, അതെങ്ങനത്തെ നീതി അറിയലാണ്. അല്ലദീ ഹുവൽ ഖത്തുൽ മുതവസ്സിതു, അതാണ് മധ്യമമായ വര. ബൈന തറഫിൽ ഇഫ്രാത്തി വ തഫ്രീത്തി, ഇഫ്രാത്തിൻ്റെയും തഫ്രീത്തിൻ്റെയും രണ്ട് തുറഫിൻ്റെ ഇടയിലുള്ള മധ്യമമായി നടുക്കുള്ള വര അതാണ്. ഫിൽ അഅമാലി ഷഹ്വാനിയ പ്രവർത്തനങ്ങളിലും, ഫിൽ അഅമാലിൽ ഖലബിയ ദേഷ്യപ്പെടുന്ന പ്രവർത്തനങ്ങളിലും, ഇച്ഛകളുടെ പ്രവർത്തനങ്ങളിലുമുള്ള, വഫി കൈഫിയത്തിൽ ഇൻഫാഖിൽ മാലി, മുതൽ ചിലവഴിക്കുന്നതിലുമുള്ള. അപ്പം മുതൽ ചിലവഴിക്കുക, ദേഷ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഷഹ്വാനിയ ഇച്ഛകളുടെ പ്രവർത്തനങ്ങളിലും ഉള്ള. തഫ്രീത്തിൻ്റെ ഇഫ്രാത്തിന് രണ്ട് വഴികളുണ്ട്. ആ രണ്ട് വഴികൾക്കിടയിലുള്ള മുത്തവസ്സിത്തായ വഴിയാണ് നീതി അറിയുക എന്നത്. അപ്പോൾ ഫൽ മുഅ്മിൻ, അപ്പോൾ മുഅ്മിനാകുന്ന യത്തുൽ മുഅ്മിൻ അല്ലാഹു തആല, അല്ലാഹുവിൽ നിന്ന് തേടുന്നു. യഹ്ദിയഹു, അവനെ ഹിദായത്താക്കൽ, വഴി കാണിക്കൽ, ഇലാ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക്. അല്ലദീ ഹുവൽ വസതു, അതാണ് മധ്യമായ വഴി. ബൈന തറഫൈൽ ഇഫ്രാത്തി വ തഫ്രീത്തി, തഫ്രീത്തിൻ്റെ ഇഫ്രാത്തിൻ്റെ രണ്ട് അറ്റങ്ങൾക്കിടയിലുള്ള. ഫീ കുല്ലിൽ അഖ്ലാഖി, എല്ലാ സ്വഭാവങ്ങളിലും. ഫീ കുല്ലിൽ അമാൽ, എല്ലാ പ്രവർത്തനങ്ങളിലും. വ അല ഹാദ തഫ്സീരി, അപ്പോൾ ഈ തഫ്സീർ പ്രകാരം ഫസ്സുആലു സായിലുൻ, ചോദ്യം ഇല്ലാതാകുന്നതാണ്, ചോദ്യം നീങ്ങും. അപ്പോൾ തഹസിലാസിലല്ല, അപ്പോൾ അതിൽ തേടലാണ്. അൽവജു സാലിസ്, മൂന്നാമത്തെ വജ്ഹ്, അനൽ മുഅ്മിന, അതിന് ജവാബുള്ള മൂന്നാമത്തെ വജ്ഹ് എന്താ? അനൽ മുഅ്മിന, മുഅ്മിനാകുന്ന ഇദാറഫ അള്ളാഹുനവൻ അറിഞ്ഞാൽ ബി ദലീലിൻ വാഹിദിൻ, ഒറ്റ തെളിവ് കൊണ്ടറിഞ്ഞു. അപ്പോൾ ഫലാ മൗജൂദ മിൻ അഖ്സാം മുംകിനാത്തി, ഇദാ അറഫ അല്ലാഹ ബി ദലീലിൻ വാഹിദിൻ, അള്ളാഹുവിനെ മുഅ്മിൻ അറിഞ്ഞു ബി ദലീലിൻ വാഹിദ്, ഒറ്റ തെളിവ് കൊണ്ട്. ഫലാ മൗജൂദ മിൻ അഖ്സാം മുംകിനാത്തി, അപ്പോൾ മുംകിനാത്തിൻ്റെ കിസ്മുകളിൽ നിന്ന് മൗജൂദില്ല. ഇല്ലാ വ ഫീഹി ദലായിലുൻ, സൃഷ്ടികളിൽ നിന്നും ഒരു മൗജൂദും ഇല്ല, അതിൽ ദലീലുണ്ട്. അലാ വുജൂദില്ല, അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ മേൽ തെളിവുണ്ടല്ലോ. ഏത് ലോകത്തുള്ള ഏത് വസ്തുക്കളും അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ ഇൽമിൻ്റെ മേൽ, വ ഇൽമിഹി വ ഖുദ്റത്തി, അള്ളാഹിൻ്റെ ഖുദ്റത്ത്, വ ജൂദ്, അവൻ്റെ ധർമ്മം, അവൻ്റെ റഹ്മത്ത്, കാരുണ്യത്തിൻ്റെ മേൽ, അവൻ്റെ ഹിക്മത്തിൻ്റെ മേലെല്ലാം അറിയിക്കുന്നുണ്ട്. അപ്പോൾ വറുബ്ബമ സഹ ദീനുൽ ഇൻസാനി ബിദ്ദലീൽ വാഹിദി, വറുബ്ബമ ചിലപ്പോൾ സഹിയാകും, ഇൻസാനിൻ്റെ ദീന് സഹിയാകും, ഒറ്റ തെളിവ് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ദീന് സഹിയാകും. വ ബഖിയ ഗാഫിലൻ അൻ സായിരി ദലാലി, അവൻ ബാക്കിയാകും, മറ്റു തെളിവുകളെ തൊട്ട് അശ്രദ്ധനായിട്ട് അവൻ ശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഫഖൗലു, അപ്പോൾ അല്ലാഹുവിൻ്റെ കൗലി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പറഞ്ഞാൽ മാന, അതിൻ്റെ മാന അറിഫിന യാ ഇലാഹന, ഞങ്ങളുടെ ഇലാഹെ, ഞങ്ങളുടെ ഇലാഹെ, ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം. മാഫി കുല്ലി ഷൈഇൻ, മാ ഒന്നിനെ ഫീ കുല്ലി ഷൈഇൻ, ഓരോ വസ്തുവിലുമുള്ള ഒന്നിനെ, മിൻ കൈഫിയത്തി ദലാലത്തിഹി, അതിൻ്റെ തെളിവിൻ്റെ രൂപം, അലാ ദാത്തിക്ക, നിൻ്റെ ദാത്തിൻ്റെ മേലും, വ സിഫാത്തിക്ക, നിൻ്റെ സിഫാത്തിൻ്റെ മേലും, വ ഖുദ്റത്തിക്ക വ ഇൽമിക്ക, നിൻ്റെ ഇൽമ്, ഖുദ്റത്ത്, നിൻ്റെ അറിവ്, കഴിവ്, വിശേഷണം, നിൻ്റെ ദാത്ത്, ഇവകളുടെ മേൽ അറിയിക്കുന്ന രൂപം, ഓരോ വസ്തുവിലുമുള്ള രൂപം നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണമെന്ന് അർത്ഥം. വല ഹാദ തഖദീരി, അപ്പോൾ ഈ സങ്കല്പ പ്രകാരം ഫസ്സുആലു സായിലുൻ, ചോദ്യം ഇല്ലാതാകും. അവിടെ എന്താണ്, എന്തില്ല, തഹസിലുൽ ഹാസിലല്ല,
ഇനി അൽ വജുഹുർ റാബി, നാലാമത്തെ വജ് അന്നഹു തആല അല്ലാഹു ഖാല പറഞ്ഞു വഇന്നക ലതഹ്ദി, തീർച്ചയായും അങ്ങ് ഇലാ സിറാത്തി മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് അങ്ങ് വഴി കാണിക്കും. അതായത് സിറാത്തില്ലാഹില്ലദീ, സിറാത്തില്ലാഹി ഒരുത്തൻ്റെ മാർഗത്തിലേക്ക്, അല്ലദീ അങ്ങനത്തെ ലഹു അവനുള്ളതാണ് മാഫിസ് സമാവാതി മാഫിൽ അർളി ആകാശഭൂമികളിലുള്ളതൊക്കെ. അപ്പോൾ കാല അള്ളാഹ് വീണ്ടും പറയണം മുഹമ്മദ് അലൈഹി സ്വലാം നബി തങ്ങളോട് പറഞ്ഞു അന്നഹാദ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ മാർഗം, ചൊവ്വായ സ്ഥിതിയിലുള്ള മാർഗം, അതുകൊണ്ട് ഫത്തബിഉഹു നിങ്ങളതിനെ പിൻപറ്റുക എന്നും പറഞ്ഞു. വദാലിക സിറാത്തുൽ മുസ്തഖീം, ആ ചൊവ്വായ മാർഗം ഉണ്ടല്ലോ, ഹുവ അത് അൻ യകൂനൽ ഇൻസാനു മനുഷ്യനാകലാണ്, മോരിദൻ അമ്മാ സിവല്ലാഹി അള്ളാഹു അല്ലാത്തതിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനും മുഖബിലൻ മുന്നിടുന്നവനുമാകണം. ബി കുല്യത്തി കൽവി അവൻ്റെ ഹൃദയം മുഴുവൻ കൊണ്ടും, ഫിക്രി അവൻ്റെ ചിന്ത മുഴുവൻ കൊണ്ടും, വദിക്കിരി അവൻ്റെ ചിന്തയും അവൻ്റെ സ്മരണയും എല്ലാം കൊണ്ട് അള്ളാഹിൻ്റെ മേൽ മുന്നിടുന്നവനാകണം. അപ്പോൾ ഫഖൗലുഹു, അപ്പോൾ അള്ളാഹിൻ്റെ ഖൗലി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമെന്നതിൻ്റെ ഫൽ മുറാദ് ഉദ്ദേശം അൻ യഹ്ദിയഹുല്ലാഹു ഇല സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് അള്ളാഹു അവരെ വഴി കാണിക്കലാണ്. അൽ മൗസൂഫി ബി സിഫത്തിൽ മദ്കൂറ, ഈ പറയപ്പെട്ട വിശേഷണം കൊണ്ട് വസ്ഫ് പറയപ്പെട്ട നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കലാണ് ഉദ്ദേശം. അതായത് അള്ളാഹു അല്ലാത്തതിനെല്ലാം തൊട്ട് തിരിഞ്ഞ് അള്ളാഹുലേക്ക് മാത്രം മുന്നിടുന്ന സ്ഥിതിയിലാവുക, അതാണ് അൽ മൗസൂഫി സിഫത്തിൽ മദ്കൂറ. അപ്പോൾ മിസാലിന് ഉദാഹരണം അയ്യസീറ അവനാകാ ബേസൊരു സ്ഥിതി കണ്ടിട്ട്, ഒരു സ്ഥിതി കൊണ്ടാകാം ലൗ ഉമിറ ബി ദബിഹി വലദിഹി, അവൻ്റെ മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ടാൽ അവൻ വഴിപ്പെടുന്ന സ്ഥിതിയിലാവുക. കമാ ഫാൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി പ്രവർത്തിച്ചതുപോലെ. വലൗ ഉമിറ ബിഅൻ യൻഖാദ, വലൗ ഉമിറ അവനോട് കൽപ്പിക്കപ്പെട്ട ബിഅൻ യൻഖാദ നടപ്പാക്കാൻ, യദ്ബഹു വൈറഹു അവനോട് വൈറ് അറുക്കാൻ, മറ്റൊരാൾ അല്ലാത്തവർ അറുക്കാൻ അവനോട് അറുക്കാൻ നടപ്പാക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ട കമാ ഫാലഹു ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചതുപോലെ. വലൗ ഉമിറ ബിഅൻ യർമിയ നഫ്സഹു ബിൽ ബഹരി ലാ ത്വാ, വലൗ ഉമിറ ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഇവിടെ എങ്ങനെ കമാ ഫാൽ ഇബ്രാഹിം അലൈഹിസ്സലാം വലൗ ഉമിറ ബിഅൻ യൻഖാദ യദ്ബഹു ഗൈറുഹു ലാ ത്വാ കമാ ഫാലു ഇസ്മായിൽ അലൈഹിസ്സലാം, അദ്ദേഹം വഴിപ്പെട്ടു. വലൗ ഉമിറ അദ്ദേഹത്തോട്, വലൗ ഉമിറ കൽപ്പിക്കപ്പെട്ട വ്യങ്കാത, എങ്കാത വെച്ചാൽ എന്താ, ഇങ്കാത ചെയ്യാൻ അനുസരിക്കൽ കൊണ്ടിട്ട്, ലിയദ്ബഹു ഗൈറുഹു ലാ ത്വാ, അത് ശരി. അതുപോലെ തന്നെ വൈറ് അദ്ദേഹത്തെ അറുക്കലിന് കൊണ്ട് കൽപ്പിക്കപ്പെട്ടാൽ ലാത്വ അദ്ദേഹം വഴിപ്പെട്ടല്ലോ. കമാ ഫാലു ഇസ്മായിൽ അലൈഹി സ്വലാം ചെയ്തതുപോലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത് മകനെ അറുക്കുക, മറ്റൊരാൾ തന്നെ അറുക്കലിന് അതിന് വഴിപ്പെട്ട ആര്, ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇനി വലൗ ഉമിറ ബിഅൻ യർമിയ നഫ്സഹു ബിൽ ബാഹിരി, കടലിൽ സ്വന്തം ശരീരത്തെ എറിയാൻ കൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ലാത്വ വഴിപ്പെടും. കമാ ഫാലു യൂനുസ് അലൈഹി സ്വലാം ചെയ്തതുപോലെ, യൂനുസ് നബി അലൈഹി സ്വലാം ചെയ്തല്ലോ. വലൗ ഉമിറ ബിഅൻ യതൽമദ ലിമൻ ഹുവ അഅലമു മിൻഹു ബഅദ ബുലൂഗി ഫിൽ മൻസിബി ഇലാ അഗ്ലൽ ഗായാതി ലാ ത്വാ, അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ടാൽ ബിഅൻ യതൽമദ ശിഷ്യനാകാൻ, ലിമൻ ഒരുത്തനിക്ക് ഹുവ അദ്ദേഹം അഅലമു മിൻഹു അദ്ദേഹത്തെക്കാൾ അറിവുള്ളവനാണ്, ബഅദ ബുലൂഗി ഫിൽ മൻസിബിൽ എത്തിയതിന് ശേഷം ഇലാ അഗ്ലൽ ഗായാതി അങ്ങേറ്റത്തേക്കുള്ള സ്ഥാനത്തിൽ എത്തിയ ശേഷം അദ്ദേഹം ശിഷ്യനാകാൻ കൽപ്പിക്കപ്പെട്ട അല്ലാത്ത അദ്ദേഹം വഴിപ്പെടും. കമാ ഫാലു മൂസ അലൈഹി സ്വലാം, മൂസാ നബി പ്രവർത്തിച്ചതുപോലെ മാൽ ഖദർ അലൈഹി സ്വലാമിനോട് കൂടെ. വലൗ ഉമിറ അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ട ബിഅൻ യസ്ബിറ ക്ഷമിക്കാൻ ഫിൽ അംരി കാര്യത്തിൽ ബിൽ മാറൂഫ് കൊണ്ടുള്ള വൻ നഹി അനിൽ മുങ്കരി വിരോധനയെ നിരോധിക്കാനും അറിയപ്പെട്ടത് കൽപ്പിക്കുന്നതിലും ക്ഷമിക്കാൻ കൽപ്പിക്കപ്പെട്ടാൽ അൽ ഖത്ലി കൊലയുടെ മേൽ വ തഫ്രീഖി നിസ്ബൈനി രണ്ട് ഭാഗമായിട്ട് കീറിക്കളയാം, രണ്ട് ഭാഗമായിട്ട് പൊളിക്കുക, അങ്ങനെയൊക്കെ അതിൻ്റെ മേലൊക്കെ ക്ഷമിക്കൽ കൽപ്പിക്കപ്പെട്ടാൽ അദ്ദേഹം അത് വഴിപ്പെടും. കമാ ഫാലോ യഹ്യ നബി ചെയ്തതുപോലെ, വ സക്കരിയ അലൈഹിസ്സലാം സക്കരിയ നബിയും ചെയ്തതുപോലെ, അപ്പോൾ സക്കരിയ നബിയും യഹ്യ നബിയൊക്കെ ചെയ്തതുപോലെ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്,
അവൻ ഒരു സ്ഥിതിയിലാകണം അല്ലേ. യസീറ ബിയസുല ഉമിറ ബിദബി വലതി ലാത്വ, അങ്ങനത്തെ സ്ഥിതിയിലാകണം. അള്ളാഹ് അല്ലാത്തതിനെ തൊട്ട് തിരിഞ്ഞു കളയുക, അള്ളാഹുലേക്ക് മുഴുവനും മുന്നിടുക എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് കമാ ഫൽ മുറാദു, അപ്പോൾ ബി കൗലിഹി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന അള്ളാഹിൻ്റെ കൗല് കൊണ്ടുള്ള മുറാദു ഹുവൽ ഇഖ്തിദാഉ, അത് തുടരലാണ്. ബി അംബിയ ഇല്ലാഹി, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോട് തുടരലാണ്. ഫിസ്വബിരി അല ഷദായിദി, പ്രയാസങ്ങളുടെ മേൽ ക്ഷമിക്കുന്ന വിഷയത്തിലും. വസബാത്ത് ഇന്ദ നുസുൽ ബലായി, ആപത്തിറങ്ങുന്ന സമയത്ത് സ്ഥിരമാകൽ കൊണ്ടും സ്ഥിരമാകലിൻ്റെ മേലും ക്ഷമിക്കുക. ഇസ്ലാമിൽ തന്നെ സ്ഥിരമാകുക. വലാശക്ക സംശയമില്ല അന്നഹാദ, ഇത് മഖാമുൻ ഷദീദുൻ ഹായിലുൻ, ഇത് ഭയാനകമായ ശക്തിയായ സ്ഥാനമാണിത്. ലൻ അക്സർ അൽ ഖൽക്കി, കാരണം മുഴുവൻ സൃഷ്ടികളിൽ നിന്ന് അധികരിച്ചവരും ലാ ത്വാഖത ലഹും ബി, അവർക്ക് ഇതിന് കഴിവില്ലാത്തവരാണ്. ഇല്ല അന്ന, എങ്കിലും നമ്മൾ പറയും നഖൂലു അയ്യുഹന്നസ്, അല്ലയോ ജനങ്ങളെ, ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. ഫഇന്നഹു ലാ യലീഖു അംറൻ ഫീ ദീനില്ലാ ഇല്ലത്തസാ, ഫഇന്നഹു നിശ്ചയം കാര്യം, ലാ യലീഖു അംറൻ ഒരു കാര്യവും കുടുസാകൂല, ഫീ ദീനില്ല അള്ളാഹിൻ്റെ ദീനിൽ ഒരു കാര്യവും കുടുസാകൂല, ഇല്ലത്തസ അത് വിശാലമായിട്ടല്ലാതെ. കാരണം ലി അന്ന ഫി ആദിൽ ആയത്തി, ഈ ആയത്തിലുണ്ടല്ലോ മായദുല്ലു അലൽ യുസ്രി വ സുഹൂലത്തി, എളുപ്പത്തിൻ്റെ മേലൊക്കെ അറിയിക്കുന്ന ഒന്ന് ഈ ആയത്തിലുണ്ട്. കാരണം ലി അന്നഹു തആല, അള്ളാഹ് പറഞ്ഞു, അള്ളാഹ് ലം യഖുൽ പറഞ്ഞില്ല, സിറാത്തുല്ലദീന ലറബു വ ഖതലു, അടിക്കുകയും കൊല്ലുകയും ചെയ്തവരുടെ മാർഗമെന്ന് പറഞ്ഞില്ല. ബൽ ഖാല, എന്തിൽ അള്ളാഹ് പറഞ്ഞത്, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നാണ്. അപ്പോൾ ഫൽതക്കുൻ നിയ്യത്തുക ഇൻദ ഖിറാഅത്തി ഹാദിഹിൽ ആയത്തി, ഈ ആയത്തോന്ന സമയത്തുള്ള നിൻ്റെ വിചാരമാകണം, നിന്റെ നിയ്യത്താകണം, തക്കുൽ നീ പറയലാകണം, നിൻ്റെ ഉദ്ദേശം എന്താകണം, നീ പറയലാകണം. എന്ത്, യാ ഇലാഹി, എൻ്റെ ഇലാഹി, ഇന്ന വാലിദി റഅയ്തുഹു, എൻ്റെ പിതാവ്, റഅയ്തു ഞാൻ പിതാവിനെ കണ്ടു, ഇർതകബൽ കബായിറ തെറ്റുകൾ വൻദോഷം ചെയ്യുന്നതായിട്ട്, കമർത്തകബ്തുഹ ഞാനതിനെ ചെയ്തതുപോലെ, വഖദമഅലൽ മആസി കമാ ഖദംതു അലൈഹ ഞാൻ മുന്നിട്ടു, അദ്ദേഹം മുന്നിട്ടു തെറ്റുകളുടെ മേൽ, ഞാൻ അതിൻ്റെ മേൽ മുന്നിട്ടതുപോലെ. സുമറായിത്തുഹു പിന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ടു, ലമ്മ കർബ മൗത്തു അദ്ദേഹത്തിൻ്റെ മരണം അടുത്തപ്പോൾ, തൗബ ചെയ്തതായിട്ട്, വാനാബ ഖേദിച്ചു മടങ്ങിയതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഫഹക്കംതു ലഹു ബിൻ നജാതി മിനന്നാർ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വിധിച്ചു, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുകൊണ്ട് വിധി പറഞ്ഞു. വൽ ഫൗസ് ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വിജയിച്ചു എന്ന്. ഫഹുവ അപ്പോൾ അദ്ദേഹം മിമ്മൻ ഒരുത്തനാണ്, അൻഅംത അലൈഹി നീ അദ്ദേഹത്തിന് അനുഗ്രഹം ചെയ്തവരിൽപ്പെട്ട ആളായ അദ്ദേഹം. ബിൻ വഫഖ്തഹു ബി തൗബത്തി അദ്ദേഹത്തിന് നീ തൗഫീഖ് നൽകിയല്ലോ, തൗബ ചെയ്യാൻ തൗഫീഖ് നൽകി. സുമ്മ അൻഅംത അലൈഹി ബിൻ ഖബിൽത തൗബത്തു പിന്നെ അദ്ദേഹത്തിന് നീ അനുഗ്രഹം ചെയ്തല്ലോ, നീ അദ്ദേഹത്തിൻ്റെ തൗബ സ്വീകരിക്കൽ കൊണ്ട്. അബഫാന അഖൂൽ ഞാൻ പറയുന്നു, ഇഹ്ദിനാ ഞങ്ങളെ നീ വഴി കാണിക്കണം, ഇലാ മിസ്ലി ദാലിക സിറാത്തിൽ മുസ്തഖീമ ആ ചൊവ്വായ മാർഗത്തിലേക്ക് പോലോത്തതിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണം. ത്വലബൻ ലി മർത്തബതി തായിബീന തൗബ ചെയ്യുന്നവരുടെ സ്ഥാനം തേടാൻ വേണ്ടി. അവ ഫൈദ വജത്തഹ അപ്പോൾ നീ അതിനെത്തിച്ച ഫത്ലുബുൽ ഇഖ്തിദാ നീ തുടരലിനെ തേടണം. ബി ദറജാത്തിൽ അംബിയ അലൈഹിസ്സലാം അംബിയാക്കന്മാരുടെ പദവികളോട് തുടരാളിനെ നീ തേടണം. ഫാദ ഇതാണ് തഫ്സീർ കൗലി അള്ളാഹിൻ്റെ കൗലിൻ്റെ തഫ്സീർ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇനി അൽ വജ്ഹുൽ ഖാമിസ് അഞ്ചാമത്തെ വജ്ഹ് എന്താണെന്ന് അറിയാം. കാനൽ ഇൻസാന മനുഷ്യൻ യഖൂലു പറയാണ്, ഫി ത്വരീക്കിൽ പറയും, കസ്റത്തുൽ അഹ്ബാബ് അധികരിച്ച കൂട്ടുകാർ, യജുറൂനനി അവർ എന്നെ വലിച്ചു കൊണ്ടുപോകുമില്ല, ത്വരീക്കിൻ ഒരു വഴിയിലേക്ക്, വല്ലാദാ ഇലാ ത്വരീക്കിൻ സാനിൻ ശത്രുക്കൾ മറ്റൊരു വഴിയിലേക്ക് രണ്ടാമതൊരു വഴിയിലേക്ക് ക്ഷണിക്കും. വശൈത്വാനില ത്വരീക്കിൻ സാലിസിൻ ശൈത്താനാണെങ്കിലോ മൂന്നാമതൊരു വഴിയിലേക്ക് ക്ഷണിക്കും. കദൽ ഖൗലു ഫി ഷഹ്വത്തി ഇപ്രകാരം തന്നെയാണ് സംസാരം ഷഹ്വത്തിലും ദേഷ്യത്തിലും ഇച്ഛയിലും ഹിഖ്ദ് അസൂയ അസദിലൊക്കെ ഉള്ളത്. വഖദൽ ഖൗലു ഫി തഅ്തീലി വ തശ്ബീഹി വൽ ഖജബിരി പ്രകാരം തന്നെയാണ് തഅ്തീലാക്കുക, തശ്ബീഹാക്കുക, ജബ്റയ്യ, ഖദർ, ഇർജാ, വഈദ്, റഫ്ള്, ഖുറൂജ് എല്ലാം. വൽ അഖ്ലു ദഈഫൻ ബുദ്ധിയാണെങ്കിൽ ബലഹീനമാണ്. വൽ ഉംറു ഖസീറൻ പ്രായമാണെങ്കിൽ ചുരുങ്ങിയതാണ്. വസ്സനാതു തവീലത്തൻ ജോലിയാണെങ്കിൽ ദീർഘമാണ്. തജ്രിബത്തു ഖാത്തിറത്തൻ
വൽ ഖലാഉ അസീറുൻ വഖദ് തഹയ്യർതു ഫിൽ കുല്ലി. അപ്പോൾ എല്ലാത്തിലും ഞാൻ പരിഭ്രമിച്ചു. അതുകൊണ്ട് ഫഹ്ദിനി ഇലാ തുരീഖിൻ, എന്നെ നീ വഴി കാണിക്കണം, ഇലാ തുരീഖിൻ, ഒരു വഴിയിലേക്ക്, അഖ്റുജ് മിൻഹു ഇലൽ ജന്ന, അതിൽ നിന്ന് ഞാൻ പുറപ്പെടും, ഇലൽ ജന്നത്ത്, സ്വർഗത്തിലേക്ക്, അങ്ങനത്തെ വഴിയിലേക്ക് എന്നെ നീ വഴി കാണിക്കണം. ഫൽ മുസ്തഖീം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അസ്സവിയു, സമമായ ചൊവ്വായ വഴി എന്നാണ്. അല്ലതീ എങ്ങനത്തെ ലാ ഇല്ലല്ലാ ഫീ, അതിൽ ഇല്ലതില്ല, കാഠിന്യമില്ല, ഇല്ലതില്ല, കടുപ്പമില്ലാത്ത നേരായ വഴി, സമമായ വഴിയിലേക്ക്. ഹിക്കായത്തെപ്പെട്ടിട്ടുണ്ട് അൻ ഇബ്രാഹിമിന് അദ്ദേഹമിനെ തൊട്ട് അന്നഹു കാന യസീറു ഇലാ ബൈത്തില്ല, അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു, കാബയിലേക്കായിരിക്കും പോകുന്നത്. ഫൈദൻ അഹ്റാബി, അന്നേരം ഒരു അഹ്റാബി, അലാ നാഖത്തിൻ, ഒരു ഒട്ടകത്തിൻ്റെ മേലൊരു അഹ്റാബി. ഫഖാൽ, അപ്പം അദ്ദേഹം ചോദിച്ചു, യാ ഷെയ്ഖ് ഇലായിന, അഹ്റാബി ചോദിക്കുകയാണ്, ഓ ഷെയ്ഖെ എങ്ങോട്ടാണ്? ഫഖാല ഇബ്രാഹിം എന്നവർ പറഞ്ഞു, ഇലാ ബൈത്തില്ല, ഞാൻ അള്ളാഹിൻ്റെ വീട്ടിലേക്ക് പോകണം, കാബയിലേക്ക് പോകണം. ഖാല, അദ്ദേഹം പറഞ്ഞു, കന്നക മജ്നൂനൻ, നിന്നെ ഞാൻ കാണുന്നു, നീ ഭ്രാന്തനെ പോലെ കാണുന്നല്ലോ. ലാറാലക്ക മർക്കബൻ വല സാദ, നിനക്കാണെങ്കിൽ ഒരു വാഹനമില്ല, ഒരു ഭക്ഷണവുമില്ലല്ലോ. അസഫറു തവീലൻ, യാത്രയാണെങ്കിലോ ദീർഘമാണല്ലോ. ഫഖാൽ ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു, ഇന്നലി മറാക്കിബ കസീറ, എനിക്കൊരുപാട് വാഹനമുണ്ട്, വലാക്കിന്നക ലാ തറാഹ, നീ കാണാത്തതാണത്. വക്കാല വമാഹിയ, അപ്പം അദ്ദേഹം ചോദിച്ചു, അത് ഏതൊക്കെയാണ് വാഹനം, എന്താണ്, ഏതാണ് വാഹനം? കാല, അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം പറയണേ, ഇതാ നസലത്ത് അലയ്യ ബലിയത്തൻ, എൻ്റെ മേൽ ആപത്തിറങ്ങിയാൽ റക്കിബ്തു മർക്കബ സബരി, ക്ഷമയുടെ വാഹനത്തിൽ ഞാൻ കയറും. വൈദാ നസല അലയ്യ നിഅമത്തൻ, എൻ്റെ മേൽ ഒരു അനുഗ്രഹം ഇറങ്ങിയാൽ റക്കിബ്തു മർക്കബ ശുക്രി, ഞാൻ നന്ദിയുടെ വാഹനത്തിൽ കയറും. വൈദാ നസല ബിയൽ ഖലാഉ, എന്നിൽ ഖലാ ഇറങ്ങിയാൽ, അള്ളാഹിൻ്റെ ഖലാ ഇറങ്ങിയാൽ റക്കിബ്തു, ഞാൻ കയറും മർക്കബർ റിളാ, തൃപ്തിയുടെ വാഹനത്തിൽ. വൈദാദാത്തിന് നഫ്സു ഇലാ ഷൈഇൻ, എന്നെ ഒരു വസ്തുവിലേക്ക് എൻ്റെ ശരീരം എന്നെ പ്രേരിപ്പിച്ചാൽ, ആമിൽ അലിംതു, ഞാൻ അറിയും, അന്നമാ ബഖിയ മിനൽ ഉംരി, ശേഷിക്കുന്ന വയസ്സ്, അക്കല്ലാണ് മിമ്മ മള, കഴിഞ്ഞു കടന്നതിനേക്കാൾ ചുരുങ്ങിയതാണ് ഇനി ശേഷിക്കുന്ന വയസ്സെന്ന് ഞാൻ അറിയും. കണ്ടോ? അതായത് ഇനി മരിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ് എന്ന് ഞാൻ അറിയും. ഫഖാലൽ അറാബി, അപ്പോൾ അറാബി പറയാണ്, സിർബീദിനില്ല ഫഅന്തറാക്കിബു വാനറാജിലു, നീ അള്ളാഹിൻ്റെ സമ്മതത്തോടു കൂടി നീ സഞ്ചരിക്കുക. ഫഅന്തറാക്കിബു, നീയാണ് റാക്കിബ്, നീയാണ് യഥാർത്ഥ വാഹനക്കാരൻ. വാനറാജിലു, ഞാനാണ് കാൽനടക്കാരൻ എന്ന് അദ്ദേഹം പറഞ്ഞു. നല്ലൊരു ചരിത്രമാണ്. ഇനി അൽ വജ്ഹു സാദിസു, ആറാമത്തെ വജ്ഹ് എന്താണ്? ഖാല ബഅ്ളുഹും, ബഅ്ള് പറഞ്ഞു, അസ്സിറാത്തുൽ മുസ്തഖീം എന്ന ഇസ്ലാമാണ് ഉദ്ദേശം. മുസ്തഖീമായ മാർഗം എന്ന് വെച്ചാൽ എന്താണ്? ഇസ്ലാമാണ് ഉദ്ദേശം. അധികമുണ്ട് ഫായിദത്തു സാനി കഴിഞ്ഞ ലിമകാല ഹദിന. ഇനി ഫായിദത്തു സാനിയിലേക്ക് വാ. ഇതിപ്പോൾ തീരുമല്ലോ. ഇനി അൽ വജ്ഹു സാദിസ്, ആറാമത്തെ വജ്ഹ് എന്നാണ്. കാലബാദും, ചിലർ പറഞ്ഞു, അസ്സിറാത്തുൽ മുസ്തഖീം ഇസ്ലാമാണ്, നേരായ വഴി എന്ന് വെച്ചാൽ അത് ഇസ്ലാമാണ് ഉദ്ദേശം. വക്കാലബാദ് പറഞ്ഞാൽ ഖുർആനാണ് ഉദ്ദേശം. വഹാദാലായ ഇത് ശരിയല്ല. കാരണം എന്നെ കൗലഹു, ഖുർആനാണെന്ന് പറഞ്ഞു, അത് ശരി. കാരണം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നുള്ള ബദലൻ മിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നിന്ന് ബദലല്ലേ. സിറാത്തല്ലദീന അൻഅംത, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്നുള്ളത് സിറാത്തുൽ മുസ്തഖീം എന്നതിൽ നിന്ന് ബദലാണല്ലോ. വൈദാ കാന കദാലിക കാന തഖ്ദീറു, കാര്യം അങ്ങനെയായാൽ സങ്കല്പിക്കലാകും. ഇഹ്ദിനാ സിറാത്ത മൻ അൻഅംത അലൈഹിം മിനൽ മുത്തഖദ്ദിമീന, ഇഹ്ദിനാ, നീ ഞങ്ങളെ വഴി കാണിക്കണം, സിറാത്ത മൻ, ഒരുത്തൻ്റെ മാർഗത്തിൽ, അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ, മിനൽ മുത്തഖദ്ദിം, മുൻഗാമികളിൽ നിന്ന് നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കണം. ഒമൻ തഖദ്ദമനാ മിനൽ ഉമമി, ഒമൻ തഖദ്ദം, അപ്പം അങ്ങനെയല്ല അർത്ഥം ശരിക്കുള്ളത്. ഒമൻ തഖദ്ദമനാ മിനൽ ഉമമി, ഞങ്ങൾക്ക് മുൻകടന്ന ആളുകൾ, മിനൽ ഉമമി, സമുദായങ്ങളിൽ നിന്ന്. മാനലക്കുമുൽ ഖുർആൻ, അവർക്ക് ഖുർആൻ ഉണ്ടായിരുന്നില്ലല്ലോ, വൽ ഇസ്ലാം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇസ്ലാമാണ് ഖുർആനാണെന്ന് വെക്കൽ ശരിയല്ല. വൈദാ ബത്തല ദാലിക, അപ്പോൾ ഇത് ബാത്തിലായ സബത്ത സ്ഥിരപ്പെട്ടു. അനൽ മുറാദ, ഇവിടെ മുറാദ് ഇഹ്ദിന എന്ന മുറാദ് സിറാത്തൽ മുഹിഖീന അൽ മുസ്തഹിഖീന അൽ ജന്നത്തി, സ്വർഗത്തിന് അവകാശികളായ
മുഹഖീങ്ങളുടെ മാർഗമാണ്, സ്വർഗത്തിന് അവകാശികളുടെ മാർഗമാണ് ഉദ്ദേശം. അപ്പോൾ എന്താണ്? ഖുർആനോ ഇസ്ലാമോ അല്ല. വൈന്നമാ ഖാല സിറാത്ത് എന്ന് അല്ലാഹ് പറഞ്ഞു. വലം യഖുൽ സബീല വല ത്വരീഖ എന്നൊന്നും പറയാതെ സിറാത്ത് എന്ന് പറഞ്ഞെന്താണ്? വൈങ്കാനൽ കുല്ലു വാഹിദൻ സബീൽ എന്ന് പറഞ്ഞാലും തരീഖ് എന്ന് പറഞ്ഞാലും സിറാത്ത് എന്ന് പറഞ്ഞാലും വഴി എന്ന് തന്നെയല്ലേ. അങ്ങനെയൊന്നും പറയാതെ സിറാത്ത് തിരഞ്ഞെടുക്കാൻ കാരണം ലിയകൂന ലഫ്ലു സിറാത്തി, സിറാത്ത് എന്ന ലഫ്ലു മുദക്കറാണ്. ലി സിറാത്തി ജഹന്നമ മുദക്കറൻ പറയപ്പെടും, അല്ലെങ്കിൽ ലി സിറാത്ത് ജഹന്നമിൻ്റെ വഴിക്ക് പറയപ്പെടാറുണ്ട്. ഫയക്കൂനുൽ ഇൻസാനു അല മസീദ് ഖൗഫിൻ വ ഖശിയ. അപ്പം മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണ്, പേടി ശക്തിയാകാൻ, പേടി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. കാരണം സിറാത്ത് എന്ന ലഫ്ല് പറയപ്പെടാറുണ്ട് ജഹന്നമിൻ്റെ വഴിക്ക്. സിറാത്ത് ജഹന്നം, ജഹന്നമിൻ്റെ സിറാത്ത്, അത് ചേച്ചി ജഹന്നമിൻ്റെ മുകളിലൊരു സിറാത്ത് ഉണ്ടല്ലോ, ആ സിറാത്തിനെ പറയപ്പെടും എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് അവർ പേടി വരും അതിന് വേണ്ടിയിട്ട്. ഇനി അൽ ഖൗലു സാനി ഫി തഫ്സീർ ഇഹ്ദിന, ഇഹ്ദിന എന്ന കൗലുള്ള തഫ്സീറിൽ രണ്ടാമത്തെ കൗലെന്താ? ഐ സബ്ബിത്തിന അലൽ ഹിദായത്തി അല്ലത്തി വഹബ്തന മിന്നാ, ഞങ്ങൾ നീ സ്ഥിരപ്പെടുത്തണം, അലൽ ഹിദായത്തില്ലതി ഒരു ഹിദായത്തിൻ്റെ മേൽ, വഹബ്തന മിന്ന ഞങ്ങൾക്ക് നീ അത് ഓശാരം തന്ന ആ ഹിദായത്ത് സന്മാർഗത്തിൻ്റെ മേൽ ഞങ്ങൾ നീ സ്ഥിരപ്പെടുത്തണം. വനദിറു കൗലു, അതിൻ്റെ കൗല് എന്താണ്? അള്ളാഹിൻ്റെ കൗലാണ്. എന്താണ്? അപ്പോൾ ഇവിടെ സ്ഥിരപ്പെടുത്തുക എന്ന അർത്ഥത്തിനാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഊരിക്കളയരുത് ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം. ഐ സബ്ബിത്തിന അൽ ഹിദായത്തി എന്നാണ്, ഞങ്ങളെ നീ സന്മാർഗത്തിൻ്റെ മേൽ സ്ഥിരപ്പെടുത്തണം. അപ്പോൾ ഫകം മിൻ ആലിമിൻ, എത്രയോ പണ്ഡിതന്മാരാണ്, വഖഅത്ത് ലഹു ശുബ്ഹത്തുൻ ളഈഫത്തുൻ ഫി ഖാതിരിഹി, അവൻ്റെ ചിന്തയിൽ ബലഹീനമായൊരു ശുബ്ഹത്ത് സംഭവിക്കും. അപ്പോൾ ഫസാഗ, അങ്ങനെ അത് സാഗയാകുമ്പോൾ അതല്ല, അങ്ങനെ അത് നിസാരമാകും. വൻഹറഫാനുദ്ദീനിൽ ഖവീം, അങ്ങനെ അവൻ തെറ്റിപ്പോകാറുണ്ട് ചൊവ്വായ ദീനിനെ തൊട്ട്. വൽ മൻഹജുൽ മുസ്തഖീം, നേരായ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സബ്ബിത്തിന അലൽ ഹിദായത്തി, സന്മാർഗത്തിൻ്റെ മേൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്നർത്ഥം. ഇനി അൽ ഫായിദത്തു സാനിയ, സാനിയ രണ്ടാമത്തെ ഫായിദ എന്താ? ലി ഖായിലിൻ, പറയുന്നവൻ യഖുല പറയാമല്ലോ. ലിമ ഖാൽ, അള്ളാഹ് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇഹ്ദിന വലം യഖുൽ ഇഹ്ദിനി എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് അള്ളാഹ് ഇഹ്ദിന എന്ന് പറഞ്ഞത്? ഇഹ്ദിനി എന്നെ സന്മാർഗത്തിലാക്കുക, ഞങ്ങളെ സന്മാർഗത്തിലാക്കുക എന്നല്ലേ പറഞ്ഞത്. ഇഹ്ദിനി എന്നെ സന്മാർഗത്തിലാക്കുക എന്ന് പറഞ്ഞില്ലല്ലോ. വൽ ജവാബു മിൻ വജ്ഹൈൻ, അതിന് മറുപടി രണ്ട് വിധത്തിലൂടെ പറയാം. അല്ല പോലെ ഒന്നാമത്തെ അന്ന ദുആ കുല്ലമാ കാന അമ്മ, പ്രാർത്ഥന എപ്പോഴും അത് ആമ പൊതുവാകുമ്പോൾ കാനയിൽ ഇജാബത്തി അഖറബു, അത് ഉത്തരം നൽകാൻ ഏറ്റവും അടുത്തതാകും. അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാൻ ഏറ്റവും അടുത്തതാകും, അതിന് വേണ്ടിയിട്ടാണ്. കാന ബാദുൽ ഉലമായി, ചില പണ്ഡിതന്മാരായിരുന്നു, യഖൂലുലി തലാമിദത്തിഹി, അദ്ദേഹത്തിൻ്റെ തലാമിദ വിദ്യാർത്ഥികളോട് പറയാറുണ്ടായിരുന്നു, ഇദാ ഖറഅതും ഫി ഖുത്ബത്തി സാബിഖി, സാബിഖായ ഖുതുബയിൽ നിങ്ങൾ ഓതിയാൽ, വറളിയല്ലാഹു അൻക വൻ ജമാഅത്തുൽ മുസ്ലിമീന, നിങ്ങളെ തൊട്ടും വറളിയല്ലാഹു അൻക ഖുത്ബത്തി സാബിഖ് എന്ന് വെച്ചാൽ ഇദാ ഖറഅതും ഫി ഖുത്ബത്തി സാബിഖി വറളിയല്ലാഹു അൻക വൻ ജമാഅത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ, ഇന്ന വൈത്തനി ഫി ഖൗമിക, നീ അതിൻ്റെ ഖൗമിൽ കരുതിയാൽ, റളിയല്ലാഹു അൻക നിന്നെ തൊട്ടുള്ള തൃപ്തിപ്പെടും, ഫഹസനുൻ അപ്പോൾ അത് നല്ലതാണ്, വൈല്ല ഫല ഹറജ, അങ്ങനെ അല്ലെങ്കിൽ കുറ്റമൊന്നുമില്ല. വലാക്കിന് ഇയ്യാക്ക, എങ്കിലും നീ എന്നെ സൂക്ഷിക്കുവാൻ, തൻസാനി വി കൗലിക്ക, നീ നിൻ്റെ കൗലിൽ നീ മറക്കലിനെയും സൂക്ഷിക്കുക, വൻ ജമാഅത്തുൽ മുസ്ലിമീന, മുസ്ലിം ജമാഅത്തിനെ തൊട്ട് നീ അള്ളാഹു തൃപ്തിപ്പെടണമെന്ന്. റളിയല്ലാഹു അൻക വൻ ജമാഅത്തുൽ മുസ്ലിമീൻ എന്നുകൂടി പറയണമെന്ന്. കാരണല്ലേ അന്ന കൗലുഹു റളിയല്ലാഹു അൻക എന്നുള്ളത്, റളിയല്ലാഹു അൻക നിന്നെ തൊട്ടുള്ള തൃപ്തിപ്പെടട്ടെ എന്ന കൗല് തഖ്സീസും ബിദ്വാ, ദുആ കൊണ്ട് പ്രത്യേകമാണ്. അപ്പോൾ ഫയജൂസ് അല്ലാ യുഖ്ബൽ, അതിനെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അനുവദനമാണല്ലോ. വമ്മ കൗലു ജാൻ ജമാഅത്തുൽ മുസ്ലിമീൻ എന്നുള്ളതോ, മുസ്ലിങ്ങളുടെ സംഘത്തെ തൊട്ടും എന്ന് പറഞ്ഞാൽ ഫലാ ബുദ്ധ വാൻ യക്കൂന ഫിൽ മുസ്ലിമീന, അപ്പോൾ മുസ്ലിമീങ്ങളിൽ ഉണ്ടാകൽ കൂടാതെ കഴിയില്ല. മൻ ഒരുത്തൻ യസ്തഹിഖുൽ ഇജാബത്ത, ഉത്തരത്തിന് അർഹനായ, ഉത്തരം ലഭിക്കാൻ അർഹനായ ആരെങ്കിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കൂടി പറഞ്ഞു. വൈദാ ജാബല്ലാഹു ദുആ ഫിൽ ബാദി വ അക്രം മിൻ അൻ യർദഹു ഫിൽ ബാഖി, അപ്പോൾ അല്ലാഹു തആല ചിലരുടെ വിഷയത്തിൽ ഉത്തരം നൽകാൻ അള്ളാഹ് ഉത്തരം നൽകിയാൽ
അപ്പോൾ അവ അക്രമമാണ്. അപ്പോൾ അള്ളാഹു ഔദാര്യവാനാണ്. പിന്നെ യറുദ്ദഹു ഫിൽ ബാക്കി, ബാക്കിയുള്ളവരിൽ അതിനെ ദുആ തട്ടിക്കളയലിനേക്കാൾ കളയുന്നതിൽ നിന്ന് അള്ളാഹു ആരാണ്? ഔദാര്യവാനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. വലിയ ഹാദസബബ് ഇക്കാരണത്തിന് വേണ്ടിയിട്ടാണ് ഫൈന സുന്നത്താകുന്നത് ഇതാറാദ അയ്യതുക്കറ ദുആൻ, ഒരാൾ ദുആ പറയാൻ ഉദ്ദേശിച്ചാൽ യുസല്ലിയ നിസ്കരിക്കണം, അവലൻ ആദ്യം നിസ്കരിക്കണം, അല നബി ആദ്യം സലാത്തിൽ നബി തങ്ങളുടെ മേൽ, സുമ്മയ ദുആ പിന്നെ ദുആ ചെയ്യണം, സുമയ അഖ്തിമുൽ കലാം ബി സലാത്തിൽ നബി പിന്നെ നബിയുടെ മേൽ രണ്ടാമതും സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. കാരണം അല്ലാഹു തആല അല്ലാഹു യുജീബു ദാഇയ ഫി സലാത്തിഹി അലൻ നബി, നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ദായിക്ക് പ്രാർത്ഥിക്കുന്നവനിക്ക് അള്ളാഹു ഉത്തരം നൽകും. സുമൈദാ ഉജീബ ഫി തൊർഫൈ ദുആഹി, പിന്നെ അവൻ്റെ ദുആൻ്റെ രണ്ടറ്റങ്ങളിലും അവൻക്ക് ഉത്തരം നൽകപ്പെട്ട ഇംതനാ യറുദ്ദ ഫി വസ്തിഹി, അവൻ മധ്യത്തിൽ ഉത്തരം നൽകൽ എന്താണ്? അള്ളാഹു ഉത്തരം നൽകാതിരിക്കൽ തടയും. അപ്പോൾ രണ്ട് തുറഫും ദുആൻ്റെ ആദ്യവും അവസാനവും ഉത്തരം നൽകപ്പെട്ടാൽ അതിൻ്റെ മധ്യത്തിൽ ഉത്തരം നൽകാതിരിക്കൽ അള്ളാഹ് തടയും. അപ്പോൾ ആ ഉത്തരം നൽകുക, അപ്പോൾ എല്ലായിടത്തും ഉത്തരം കിട്ടും. അതാണ് രണ്ടാമത്തത്. കാല അലൈഹി സ്വലാത്തു വസ്സലാം, നബി പറഞ്ഞല്ലോ, ഇത് ബി അൽസിനത്തിൻ മാ അസൈതുമുഹു ബിഹാ ഖാലു യാ റസൂലല്ലാഹ് വമൻ ലനാ ബി തിൽക്കൽ അൽസിന ഖാല യദഉ ബഅദുകും ലിബഅദിൻ ഇല്ല അന്നക മാ അസൈത ബിൽസാനി വമാ വഹു മാ അസാ ബിൽസാനിക. നബി പറഞ്ഞാണ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം ചില നാവുകളെ കൊണ്ട്. മാ അസൈതുമുഹു, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, ബിഹാ നാവ് കൊണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യാത്ത നാവ് കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. കാലപ്പോൾ സാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, ഞങ്ങളുടെ അള്ളാഹുൻ്റെ റസൂലേ, ഒമാലനാബി തിൽക്കൽ അനുസരിച്ച് ഞങ്ങളിൽ ആർക്കാണ് ആ നാവുള്ളത്? തെറ്റ് ചെയ്യാതെ നാവ് ആർക്കുള്ളത്? കാലപ്പോൾ നബി പറഞ്ഞെന്താ പറയുക, യദോ ബാലുക്കുൻ ബാല്, നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അന്നക്ക നീ മാ അസൈത ബിലിസാനിഹി, നീ അവൻ്റെ നാവ് കൊണ്ട് നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. വഹുവ അവൻ മാ അസാബി ലിസാനിക, നിൻ്റെ നാവ് കൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. വസാലിസു മൂന്നാമത്തേത് കന്നഹു യഖൂൽ, അല്ലാഹ് പറയാണ്, യഖൂലു അയ്യുഹൽ അബ്ദു, അടിമേ, അലസ്ത ഖൗൽത ഫി അവലി സൂറ, നീ സൂറത്തിൻ്റെ ആദ്യം പറഞ്ഞില്ലേ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞില്ലേ, ഒമാ ഖുൽത അഹ്മദുല്ലാ, നീ എന്തുകൊണ്ട് അഹ്മദുല്ലാ എന്ന് പറയാറുന്നത്? ഫദക്കർത, അപ്പം നീ പറഞ്ഞു അവലൻ നീ പറഞ്ഞു ഹംദ ജമീൽ ഹാമിദീന, അല്ല സ്തുതിക്കുന്നവരുടെ മുഴുവൻ സ്തുതിയുമെന്നാണ് പറഞ്ഞത്. ഫകദാലിക്, ഇപ്രകാരം തന്നെയാണ് ഫി വക്തി ദുആഇൻ്റെ സമയത്തും അശ്രിക്കുഹും, നീ അവയെ പങ്കു ചേർക്കണം. ഫക്കുൽ ഇഹ്ദിന, നീ എന്ത് ചെയ്യുക? ഇഹ്ദിന എന്ന് പറയുക. അപ്പോൾ നീ അൽഹംദുലില്ലാ എന്നല്ലേ പറഞ്ഞു, അഹമ്മദുല്ലാ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഇഹ്ദിന എന്ന് പറയുക എന്ന്. അറാബിയു നാലാമത്തത്, കാനൽ അബ്ദു യഖൂൽ, അടിമ പറയും, യ സമീഅത്തു റസൂലക്ക, നിൻ്റെ റസൂല് ഞാൻ കേട്ടു, യഖൂൽ പറയുന്നതായിട്ട്. അപ്പോൾ അടിമ പറയുന്നത് പോലെയുണ്ട്, അള്ളാഹുവേ ഞാൻ നിൻ്റെ റസൂലിനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അൽ ജമാഅത്തു റഹ്മത്തുൻ, സംഘം എന്നുള്ളത് കാരുണ്യമാണ്. വൽ ഫുർഖത്തു അദാബൻ, ഒറ്റപ്പെടുക എന്നുള്ളത് എന്താണ്? ശിക്ഷയാണ്. അപ്പോൾ ഫലമ്മറത്തു തഹമീദക്ക, ഞാൻ നിന്നെ ഹംദ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ദക്കർത്തു ഹംദൽ ജമി, ഞാൻ മുഴുവൻ ഹംദിനെ ഞാൻ പറഞ്ഞത്, മുഴുവൻ ആളുകളുടെ ഹംദ്. ഫക്കുതുകൊണ്ട് ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ എന്നല്ല പറഞ്ഞത്. ഫലമ്മ ദക്കർത്തുൽ ഇബാദത്ത, ഞാൻ ഇബാദത്തിനെ പറഞ്ഞപ്പോൾ ദക്കർത്തുൽ ഇബാദത്തുൽ ജമീ, ഞാബുദു എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇബാദത്ത് മുഴുവൻ ആളുകളുടെയും ഇബാദത്ത് പറഞ്ഞിട്ട് ഫക്കുൽത്ത് ഇയ്യാക്കനെ അബുദു എന്നല്ലേ പറഞ്ഞു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. വലമ്മാ ദക്കർത്തുൽ ഇസ്തിആനത്ത്, ഞാൻ സഹായത്തെ പറ്റി പറഞ്ഞപ്പോൾ ദക്കർത്തുൽ ഇസ്തിആനത്തുൽ ജമീ, മുഴുവൻ ആളുകളുടെയും സഹായത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഫക്കുൽത്തു, അപ്പോൾ ഞാൻ പറയുന്നു ഇയ്യാക നസ്തഈൻ, എന്നിട്ട് ഞാൻ ഇയ്യാക നസ്തഈൻ എന്നല്ലേ പറഞ്ഞത്. ഫലാജറം, അപ്പോൾ ലമ്മാ തൊലബുത്തുൽ ഹിദായത്ത, അപ്പോൾ ഞാൻ ഹിദായത്തും ചോദിച്ച സമയത്ത് തൊലബ്തുഹ, ഞാനതിനെ തേടുന്നു, ലിൽ ജമീ, മുഴുവൻ ആൾക്ക് വേണ്ടി തേടി. അപ്പോൾ അങ്ങനെ ഫക്കുൽത്തു, ഞാൻ പറഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണേന്ന് പറഞ്ഞു. ഫലമ്മാ തൊലബ്തുൽ ഇഖ്തിദാബിൽ സ്വാലിഹീന, സ്വാലിഹീങ്ങളോട് തുടരലിനെ ഞാൻ തേടിയപ്പോൾ തൊലബ്തുൽ ഇഖ്തിദാബിൽ ജമീ, മുഴുവനോടും തുടരാൻ ഞാൻ തേടി. അതുകൊണ്ട് പറഞ്ഞു ഫക്കുൽത്തു സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. വലമ്മാ തൊലബ്തുൽ ഫിറാറ മിനൽ മർദൂദീന, തട്ടപ്പെടുന്നവരിൽ നിന്ന് ഓടൽ ഞാൻ തേടിയപ്പോൾ ഫറർത്തു മിനൽ കുല്ലി, മുഴുവത്തിൽ നിന്നും ഞാൻ ഓടി. ഫക്കുൽത്തുകൊണ്ട് ഞാൻ പറഞ്ഞു ഗൈറിൽ മഗ്ലൂബി അലൈഹിം, ദേഷ്യപ്പെടുന്നവർ അല്ലാത്തവരുടെ മാർഗം, വലല്ലാലിം, വഴിപിഴച്ചവരല്ലാത്തവരുടെ മാർഗം. നീ ദേഷ്യപ്പെട്ടവരോ നിൻ്റെ സത്യത്തിൽ നിന്ന് വഴി പിഴച്ചവരോ അല്ലാത്തവരുടെ മാർഗത്തിൽ നിന്ന്
മാർഗമല്ലാത്ത ചൊവ്വായ മാർഗത്തിലേക്ക് ചേർക്കണമെന്നല്ലേ പറഞ്ഞത്. ഫലമാലം ഉഫാരിഖിൽ അംബിയ അവ സ്വാലിഹിന ഫി ദുനിയാ, ഞാൻ അമ്പിയാക്കന്മാരെയും സജ്ജനങ്ങളെയും ദുനിയാവിൽ ഞാൻ വേർപിരിച്ചിട്ടില്ലാത്തപ്പോൾ ഫർജു, ഞാൻ ആഗ്രഹിക്കുന്നു അല്ല ഉഫാരിഖും ഫിൽ ഖിയാമത്തി, അന്ത്യനാളിലും ഞാൻ അവരെ വേർപിരിക്കാതിരിക്കൽ. കാലത്താൽ അള്ള പറയാണ് ഫൗലായിക്ക മാണ്ട അവിടെ അള്ള പറയാണ് ഫൗലായിക്ക മാല്ലദീന അമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന. കണ്ട, അക്കൂട്ടർ അള്ളാഹ് അനുഗ്രഹിച്ച നബിമാരുടെ കൂടെയാണ്. ഇനി അൽ ഫായിദത്ത് സാലിസ, മൂന്നാമത്തെ ഫായിദ എന്താണെന്നറിയോ? ഇതിലും നീ അറിയണം, നീ അറിയുക അന്നഹലൽ ഹന്തസ, ഹന്തസേൻ്റെ ആൾക്കാർ, ഹന്തസ ഇല്ലേ കണക്കിൻ്റെ ആളുകൾ, കാലൂർ പറഞ്ഞു അൽ ഖത്തുൽ മുസ്തഖീമു, ചൊവ്വായ വഴി ഹു അക്സറു ഖത്തിൻ, അത് ചുരുങ്ങിയ വഴിയാണ്, നേരിയ വഴിയാണ്. യസിലുബൈന നുഖത്തൈനി, രണ്ട് നുഖത്തകളുടെ ഇടയിൽ ചേർക്കുന്ന ചുരുങ്ങിയ വഴിയായിരിക്കുമല്ലോ, ചുരുങ്ങിയ വരയാണ് ഏത്? മുസ്തഖീമായ വര. അപ്പോൾ ഫൽ ഹാസിൽ, അപ്പോൾ ഹാസിൽ അന്ന ഖത്തൽ മുസ്തഖീമ, നേരായ വഴി എന്നുള്ളത് അക്സറാണ് മിൻ ജമീൽ ഖുതൂത്തിൽ മുഅവജ, എല്ലാ വളഞ്ഞ വഴികളെക്കാളും ചുരുങ്ങിയതാണ്. അപ്പോൾ ഫകാനൽ അബുദ, അപ്പോൾ അടിമ കുലു പറയുന്നത് പോലെയുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ, ഞങ്ങളെ നീ നേരായ മാർഗത്തിലേക്ക് ചേർക്കണം. ലി വുജൂഹിൻ, പല വജുഹിന് വേണ്ടി. അല്ലെങ്കിൽ ഒന്നാമത്തത് അന്നു അക്റബുൽ ഖുതൂത്തി അക്സറു, അതാണ് ഏറ്റവും അടുത്ത വഴി, ഏറ്റവും ചുരുങ്ങിയ വഴി. വന ആജിസൻ, ഞാൻ അശക്തനാണ്. ഫല ഇലീഖു ബി അല്ലാഫി ഇല്ല ത്വരീഖുൽ മുസ്തഖീം, എൻ്റെ ലഅഫ് കൊണ്ട് ചേരൂല മുസ്തഖീമായ മാർഗത്തിലേക്കല്ലാതെ. അസാന് രണ്ടാമത്തത് അന്നൽ മുസ്തഖീമ വാഹിദൻ, നേരായ വഴി ഒന്നേ ഉള്ളൂ. വമാദാഹു മുഅവജത്ത്, മുസ്തഖീം നേരായത് ഒന്നാണ്, മറ്റുള്ളതെല്ലാം വളവുള്ളതാണ്. വഅലുഹ യുഷ്ബി വാദൻ വിജാജി, വളവിൻ്റെ വിഷയത്തിൽ ഓരോന്നും മറ്റൊന്നിനോട് സാദൃശ്യമാകുന്നുണ്ട്. ബിഹു ത്വരീഖു അലയ്യ, അപ്പോൾ എൻ്റെ മേൽ വഴിയാണെങ്കിലോ തിരിച്ചറിയാതെയായി. അമ്മൽ മുസ്തഖീമു, അവ മുസ്തഖീമായ വഴിയാകുന്നു, നേരായ വഴി. ഫലാ യുഷാബിഹു ഗൈറു, മറ്റുള്ളവർക്ക് മറ്റുള്ളത് അതിനോട് സാദൃശ്യമാകൂലല്ലോ. ഫകാന അബു അദാനിൽ ഖൗഫി, അപ്പോൾ അലാഫാത്തി വഖറബിൽ അമാനി, അപ്പോൾ എന്തായി? അതായി പേടിയെ തൊട്ട് ഏറ്റവും വിദൂരമാക്കുന്നതും ആപത്തുകളെ തൊട്ടും അതുതന്നെ നിർഭയത്വത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്നതുമായത്. അസ്സാലിസ് മൂന്നാമത്തെ അത്വരീഖുൽ മുസ്തഖീം, നേരായ വഴി എന്നുള്ളത് യൂസിലു ഇലൽ മഖ്സൂദി, അത് ഉദ്ദേശത്തിലേക്ക് എത്തിക്കും. വൽ മുഅവ്വജു വഴി വളവുള്ള വഴി ലാ യുസിലു ഇലൈഹി, അത് ഉദ്ദേശത്തിലേക്ക് എത്തിക്കൂല. വറാബി നാലാമത്തെ അൽ മുസ്തഖീം ലാ യതഗയ്യറൂന, മുസ്തഖീമായ നേരായ വഴി അത് അതെന്താകൂല, അത് വളവാകൂല, പകർച്ചയാകൂല. വൽ മുഅവ്വജു വളവുള്ള വഴി യതഗയ്യറു, അത് പകർച്ചയാകും. ഫലിഹാദിൽ അസ്ബാബ്, ഇക്കാരണത്തിന് വേണ്ടിയിട്ടാണ് സഅല സിറാത്തൽ മുസ്തഖീമ, നേരായ മാർഗത്തെ ചോദിച്ചത്. വല്ലാഹു അലം, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. അപ്പോൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നതിൻ്റെ തഫ്സീറാണ് കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്തത് അതിൻ്റെ ബാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.